ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലെ തന്നെയാണ് ജർമ്മൻ ആൽഫബറ്റ്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വായിക്കാൻ തുടങ്ങും. പക്ഷേ ഒരുപാട് സ്ഥലത്ത് പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പം അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തിട്ട് വേണം വായിക്കാൻ തുടങ്ങാൻ കേട്ടോ. രണ്ടാമത്തത്, നമ്മൾ ആർട്ടിക്കിൾസ് ഞാൻ കൂടെ ആർട്ടിക്കിൾസ് പഠിച്ചു പോയില്ല. അപ്പോൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദ അല്ലെങ്കിൽ ദീന്ന് മാത്രമല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ജർമ്മനിൽ ഡി യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എനിക്ക്. അത് അൺലേൺ ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. രണ്ടാമത്തെ കാര്യം, ഇന്ന് പഠിക്കാൻ മൂടില്ല, നാളെ പഠിക്കാം എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്തെങ്കിൽ അത് മതിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിലും ഒരു ഓഡിയോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ കാണാനോ കേൾക്കാനോ നിൽക്കണം. ഇരുന്ന് എഴുതി പഠിച്ചോ ബുക്ക് നോക്കാനോ സമയമില്ലെങ്കിൽ ഫോൺ എപ്പോഴും കയ്യിലുണ്ടല്ലോ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ചെയ്യാഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്തത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ചൂസ്.